യമനിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ രക്ഷപ്പെടുത്താൻ ഊർജിത ശ്രമങ്ങളാണ് നോർക്ക നടത്തുന്നതെന്ന് സിഇഒ RS കണ്ണൻ പറഞ്ഞു. യമനിൽ നിന്നും ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ എത്തിച്ചേരുന്നവരെ വീടുകളിൽ എത്തിക്കാൻ സൗജന്യ യാത്രാ സഹായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേയും KSRTCയുമായി ചേർന്നാണ് നോർക്ക ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. യമനിൽ നിന്നും മലയാളികളെ നാട്ടിലെത്തിക്കാൻ തിരക്കിട്ട ശ്രമങ്ങളാണ് നോർക്ക നടത്തുന്നതെന്ന് സിഇഒ RS കണ്ണൻ പറഞ്ഞു. യമനിലെ ഇന്ത്യൻ എംബസിയുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് സാധ്യമായ എല്ലാ നടപടികളും നോർക്ക സ്വീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലും നോർക്ക ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നിട്ടുണ്ട്. എന്നാൽ യമനിൽ പലയിടത്തും ഇപ്പോഴും ധാരാളം മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായും സിഇഒ പറഞ്ഞു. മലയാളികൾ ഏറ്റവും കൂടുതൽ കുടുങ്ങിയിട്ടുള്ളത് സനയിലും ഏതൻസിലുമാണ്. മുക്താലയിൽ ഏതാണ്ട് 150ഓളം മലയാളികൾ കുടുങ്ങിയിട്ടുള്ളതായി വിവരം ലഭിച്ചിട്ടുണ്ട് നോർക്കയ്ക്ക്. പിന്നെ സദ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും 100ഓളം മലയാളികളുണ്ട് എന്ന് പറയുന്നു. കൊച്ചിയിലും മറ്റ് വിമാനത്താവളങ്ങളിലുമായി ഇറങ്ങുന്ന മലയാളികൾക്ക് അടിയന്തര ധനസഹായമായി 2000 രൂപ വീതം നൽകുന്നുണ്ട്. യമനിൽ നിന്നും മടങ്ങിയെത്തുന്നവരെ സൗജന്യമായി വീടുകളിലെത്തിക്കാൻ റെയിൽവേ, KSRTC എന്നിവയുമായി ചേർന്ന നോർക്ക സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 എയർപോർട്ടുകളിലും വന്നിറങ്ങുന്ന ആൾക്കാർക്ക് അവരുടെ നാട്ടിലെത്തുന്നതിന് സൗജന്യ യാത്ര റെയിൽവേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. KSRTC ഞങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് സർവീസ് ഫ്രീ ആയിട്ട് നടത്തുന്നുണ്ട്. യമനിൽ നിന്നും അടുത്ത ദിവസം മുതൽ കൂടുതൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും നോർക്ക അറിയിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.